മാങ്ങാക്കാലം കഴിയാറായില്ലേ? അപ്പോൾ നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് 4 മാങ്ങ എടുത്തിട്ട് തൊലി കളഞ്ഞ് അവിടെ റെഡിയാക്കി വെക്കുക. എന്നിട്ടൊരു മൺചട്ടി എടുക്കുക, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിച്ച് കൊടുക്കുക. ഈ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ട് ഉലുവ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങയും അതേപോലെ തന്നെ പച്ചമുളകും കുറച്ച് ശർക്കരപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് വെന്ത് വരുന്നവരെ അടച്ചു വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മാങ്ങ ഉണ്ടല്ലോ അത് വെന്ത് വന്നിട്ടുണ്ടാവും, അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മാങ്ങയും അതേപോലെ തന്നെ തേങ്ങയും ചേർന്നിട്ട് ഉള്ള ഒരു പച്ചമണം മാറി കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ ആ തൈരിനെ മിക്സിയിലിട്ടൊന്ന് അടിച്ച് ലൂസാക്കിയിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. തീ ഓഫ് ചെയ്യുക, എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ.